നമസ്കാരം. ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡോ താന്ത്രികമോ ഏഞ്ചൽ നമ്പറുകളോ വഴിപാടുകളോ ഒന്നും തന്നെയല്ല, മറിച്ച് അതിലും അപ്പുറം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നമ്മളിലേക്ക് പെട്ടെന്ന് കൊണ്ട് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒരു സിദ്ധനെക്കുറിച്ചുള്ളതാണ്. സിദ്ധന്മാർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാകണമെന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്ന കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും സിദ്ധന്മാരിൽ വിശ്വാസം ഉണ്ടാവുകയും നിങ്ങളും സിദ്ധന്മാരെ പ്രാർത്ഥിച്ചു തുടങ്ങുകയും ചെയ്യുന്നതായിരിക്കും. ആദ്യം ആരാണ് ഈ സിദ്ധന്മാരെന്ന് നമുക്ക് കാണാം. സിദ്ധർ എന്നുള്ളത് ഒരു തമിഴ് പദമാണ്. സിദ്ധി നേടിയ, അതായത് അഷ്ടസിദ്ധികളും ആർജിച്ച മഹാപുരുഷന്മാരെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. അധ്യാപനം, തത്വചിന്ത, സാങ്കേതിക വിദ്യ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, ലളിത കലകൾ, സംഗീതം, നാടകം, നൃത്തം എന്നിവയിൽ അവർ അറിവുള്ളവരായിരുന്നു. കൂടാതെ സാധാരണക്കാർക്ക് രോഗങ്ങളിൽ ചികിത്സിച്ച് മാറ്റുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും സിദ്ധന്മാർ നൽകി വന്നിരുന്നു. തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ 18 സിദ്ധന്മാരെയാണ് കുറിക്കുന്നത്. പക്ഷേ അതിന് മുന്നും പിന്നുമായിട്ട് അനേകം സിദ്ധന്മാരുണ്ട് എന്നാണ് അഗസ്ത്യ മഹർഷി പറയുന്നത്. നന്ദീശ്വരർ, തിരുമൂലർ, അഗസ്ത്യർ, കമലമുനി, പതാഞ്ജലി, കോരയ്ക്കർ, സുന്ദരനാഥർ, കൊങ്കണസിദ്ധർ, ചട്ടൈമുനി, വാൽമീകി, രാമദേവർ, ധന്വന്തരി, ഇടയ്ക്കാർ, മച്ചമുനി, കരുവൂരാർ, ഭോഗർ, പാമ്പാട്ടി സിദ്ധർ, കുതമ്പൈ ചിത്തർ എന്നിവരെല്ലാമാണ് ഈ 18 സിദ്ധന്മാരിൽ ഉൾപ്പെടുന്നത്. ഇതിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന സിദ്ധൻ എന്ന് പറയുന്നത് അഗസ്ത്യമുനിയും അതുപോലെ തന്നെ ഭോഗർ സിദ്ധരും പാമ്പാട്ടി സിദ്ധരും പതഞ്ജലിയും കൊങ്കണ്ണർ സിദ്ധരും എല്ലാമാണ്. ഈ കൊങ്കണ്ണർ സിദ്ധരാണ് നമ്മുടെ തിരുപ്പതി തിരുമലയിൽ അവിടെയുള്ള പുഷ്കരണി തീർത്ഥത്തിൽ ജീവസമാധി അടഞ്ഞതായി പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പഴനി ക്ഷേത്രത്തിലെ നവപാഷാണ വിഗ്രഹം നിർമ്മിച്ച സിദ്ധനാണ് ഭോഗർ സിദ്ധർ എന്നും നമുക്കറിയാം. മാത്രമല്ല ഇവിടെ പറഞ്ഞ കരുവൂരാർ എന്ന് പറയുന്നത് തഞ്ചാവൂർ പെരിയ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം പണിയുവാനായിട്ട് രാജാവിന് തുണയായി നിന്ന, മാത്രമല്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും അതുപോലെ തന്നെ തമിഴിൽ അവിടെയുള്ള മന്ത്രങ്ങൾ ചൊല്ലണമെന്ന് കൽപ്പന ചെയ്തതും കരുവൂരാറാണ് എന്നും നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സിദ്ധന്മാരെക്കുറിച്ചും നമ്മൾ പലതരത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും കൂടി ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്ന സിദ്ധൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ 18 സിദ്ധന്മാരിൽ ഉൾപ്പെടാത്ത കേളക്യ സിദ്ധരെക്കുറിച്ചാണ്. അഗസ്ത്യമുനി പറഞ്ഞതുപോലെ മുന്നും പിന്നുമായിട്ട് അനേകായിരം സിദ്ധന്മാർ ഉണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചത് ഈ 18 സിദ്ധന്മാർ മാത്രമാണ് എന്നും നമുക്ക് അറിയുകയുള്ളൂ. പക്ഷേ നമ്മുടെ കേളക്യ സിദ്ധർ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നിന്നുമാണ്. നമ്മുടെ ഏതു പ്രാർത്ഥനകളും നിറവേറ്റി തരും എന്നുള്ള കാര്യം ആ ചാനലിലൂടെ എനിക്ക് കാണുവാൻ ഇടയായി. അതുകൊണ്ട് തന്നെ ഞാനൊരു പരീക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്ത് നോക്കിയത്. പക്ഷേ അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോവുക തന്നെയാണ് ചെയ്തത്. കാരണം സാധാരണ ഞാൻ സിദ്ധക്ഷേത്ര ദർശനമൊന്നും അധികം ചെയ്തിട്ടില്ല. പഴനിയിലെ ഭോഗർ സിദ്ധരെയും അതുപോലെ തന്നെ മരുതമല നമ്മുടെ പാമ്പാട്ടി സിദ്ധരെയും മാത്രമല്ല പഴനിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള കണക്കൻപട്ടി സിദ്ധരെയുമാണ് ഞാൻ തൊഴുതിരിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ശേഷമാണ് ഞാൻ നമ്മുടെ കേളക്യ സിദ്ധരെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായത്. ആ സമയത്ത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം നിറവേറ്റിയെടുക്കുവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കേട്ട സമയം മുതൽക്ക് തുടർച്ചയായിട്ട് ഒരു 10 ദിവസമോ എന്തോ, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയിലില്ല, ഒരു 10 ദിവസം എന്ന വണ്ണം ഞാൻ വീട്ടിൽ അഭിജിത്ത് മുഹൂർത്ത സമയം, ഞാൻ എപ്പോഴും പറയാറുണ്ട് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും വരുമെന്ന്. അതായത് ഉച്ച സമയം 11:45 മുതൽ 12:15 വരെയുള്ള സമയത്തെയാണ് അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഉടനെ നിറവേറി കിട്ടുമെന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ആവശ്യം നിറവേറി കിട്ടുവാനായിട്ട് ഈ ഒരു സമയമാണ് തിരഞ്ഞെടുത്ത് നമ്മുടെ കേളക്യ സിദ്ധരെ പ്രാർത്ഥിച്ചു വന്നത്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എന്ന് ഞാൻ പറയാം. കേളക്യ സിദ്ധർക്കായിട്ട് ഒരു പ്രത്യേകമായിട്ട് ഒരു മൺവിളക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടതാണ്. ഉപയോഗിച്ച മൺവിളക്ക് എടുക്കരുത്. ആ ഒരു മൺവിളക്കിൽ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒഴിച്ച് ഒരു തട്ടം വെച്ച് ആ തട്ടത്തിൽ നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു പുഷ്പങ്ങളെ കൊണ്ട് അലങ്കാരം ചെയ്യുവാൻ സാധിക്കുകയാണെങ്കിൽ ആ പുഷ്പങ്ങൾ വെച്ച് നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ ഇരിക്കുന്നതിന് നേരായിട്ട് ഈ ദീപം തെളിയിച്ചാൽ മതിയാകുന്നതാണ്. ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ഗ്ലാസ്സിൽ വെള്ളവും നമ്മുടെ അടുത്തു തന്നെ വെക്കണം. നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് ഈ വെള്ളം ഉണ്ടാകണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 11:45 സമയത്ത് നമ്മൾ ദീപം തെളിയിക്കുക. ദീപം തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചു തുടങ്ങേണ്ടതാണ്.
ഇത് മുഴുവനായും ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് ഫലം കണ്ട രീതിയെക്കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് കറക്റ്റായിട്ട് ഈ 11:45 സമയത്ത് ഈ ഒരു മന്ത്രം ചൊല്ലിത്തുടങ്ങി. കറക്റ്റ് 20 മിനിറ്റ് ഫോണിൽ അലാറം സെറ്റ് ചെയ്ത് വെക്കുക. 20 മിനിറ്റ് എന്ന് പറയുന്നത് ഈ മന്ത്രം 1001 തവണ ചൊല്ലുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അതിനാൽ ഞാൻ എൻ്റെ ഫോണിൽ അലാറമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ എന്നിട്ട് ഈ മന്ത്രം പറഞ്ഞു തുടങ്ങി. അതിനു മുന്നേ, ഈ മന്ത്രം ജപിക്കുന്നതിന് മുന്നേ എൻ്റെ കുലദൈവത്തെയും അതുപോലെ തന്നെ വിനായക ഭഗവാനെയും തൊഴുതതിനു ശേഷം, അവരുടെ മന്ത്രങ്ങൾ ജപിച്ചതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ തുടങ്ങിയത്. അപ്പോൾ മന്ത്രം ഞാൻ ഇവിടെ കൊടുക്കാം. ഓം കേളയ്ക്ക സിദ്ധരായ നമോ നമ. ഓം കേളയ്ക്ക സിദ്ധരായ നമോ നമ. ഓം കേളയ്ക്ക സിദ്ധരായ നമോ നമ എന്നുള്ള ഈ മന്ത്രമാണ് നിങ്ങൾ 20 മിനിറ്റ് 1008 അല്ലെങ്കിൽ 1001 തവണ ജപിക്കേണ്ടത്. അതിനുശേഷം ആ വെള്ളം എടുത്ത് കുടിക്കാം. ഒരു തട്ട്, അതിന് മുകളിൽ ഒരു മൺവിളക്ക്, അതിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ ഒരു പുഷ്പങ്ങൾ കൊണ്ട് അലങ്കാരം ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഒരു മൺവിളക്ക് തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലിയാൽ മതിയാകുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് 21 ദിവസം തുടർച്ചയായി ചൊല്ലാം, 48 ദിവസം തുടർച്ചയായി ചൊല്ലാം, അല്ലെങ്കിൽ ഒരു മാസം കണക്കിലെടുത്ത് തുടർച്ചയായി ഇതുപോലുള്ള സമയങ്ങളിൽ മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി ചിലർ ചോദിക്കും, ഈ സമയത്ത് ഞങ്ങൾ ജോലി സ്ഥലങ്ങളിലായിരിക്കും മാഡം, ഞങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് ചൊല്ലേണ്ടത് എന്ന്. അതിനായിട്ടുള്ള മറുപടിയും കൂടെ ഞാൻ ഇവിടെ പറയാം. നിങ്ങൾ രാത്രിയിൽ നിങ്ങളെ കൊണ്ട് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് നിങ്ങൾ ഇതുപോലുള്ളൊരു ദീപം തെളിയിച്ചു വെച്ച് ഈ മന്ത്രം ജപിച്ച് കിടന്നുറങ്ങാവുന്നതാണ്. പ്രത്യേകിച്ചും പുലവാലായ്മയുള്ള സമയത്തോ പീരിയഡ് സമയത്തോ നോൺ വെജ് കഴിച്ചിട്ടോ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലരുത്. സിദ്ധന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യം തന്നെയാണ്. അതിനാലാണ് ഞാൻ ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലുന്നത് ഒഴിവാക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് 7 ദിവസമോ അല്ലെങ്കിൽ 21, 48, ഒരു മാസം എന്നിങ്ങനെ കണക്കിലെടുത്തോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ചൊല്ലിയുള്ളൂ. പക്ഷേ എനിക്ക് അതിനുശേഷം അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നത് കാരണം ഞാൻ അതവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത്, നിങ്ങൾ മനഃപൂർവ്വമായി ചൊല്ലുന്ന സമയത്ത്, വിശ്വാസത്തോടു കൂടി ചൊല്ലുന്ന സമയത്ത് നിങ്ങളിലേക്ക് അതിൻ്റെ മാറ്റങ്ങൾ എങ്ങനെ തിരിച്ചറിയാമെന്നും കൂടി ഞാൻ ഇവിടെ പറയാം. ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല ഭസ്മത്തിൻ്റെ മണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഒരു സമയത്തും അവിടെ ഭസ്മം എന്നുള്ള കാര്യം നിങ്ങൾ സങ്കല്പിച്ചു പോലും നോക്കിയിട്ടുണ്ടാകില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഭസ്മത്തിൻ്റെയോ പനിനീരിൻ്റെയോ മണം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അത് അല്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്ന് ഈ മന്ത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ സിദ്ധരെക്കുറിച്ചോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തോ വെളുത്ത നിറത്തിലുള്ള പൂമ്പാറ്റകൾ നിങ്ങളുടെ വീട് തേടി വരുന്നതും ഒരു ശുഭ സൂചന തന്നെയാണ്. ഇതിൽ എനിക്ക് ഏതാണ് സംഭവിച്ചത് എന്നും കൂടി പറയാം. ഞാൻ ഈ മന്ത്രമെല്ലാം ജപിച്ചു കഴിഞ്ഞു. അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായി. ഒരാഴ്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ സന്ദർഭങ്ങളിൽ എനിക്ക് അവിടെ യാതൊരു വിധത്തിലും പനിനീരിൻ്റെയോ ഭസ്മത്തിൻ്റെയോ മണം വരേണ്ട ഒരു സാഹചര്യം പോലുമില്ല. ആ സന്ദർഭത്തിൽ എനിക്കും എൻ്റെ മോൾക്കും ഞങ്ങൾ അനുഭവിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ശുദ്ധമായ പനിനീരും ഭസ്മവും കലർന്ന ഒരു സുഗന്ധമാണ്. ഞാൻ എവിടെ നിന്നാണ് ആ മണം വരുന്നത് എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലങ്ങളിലും നോക്കി. പക്ഷേ എനിക്കത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തുവാൻ പോലും സാധിച്ചില്ല. കാരണം അത് ആ മണം വരുവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ആയിരുന്നില്ല. എങ്കിലും ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം തന്നെ എനിക്ക് ഈ മണം എനിക്ക് അനുഭവിച്ചറിയുവാൻ, അതായത് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ നിന്നോടൊപ്പമുണ്ട്, ഈ ഒരു കാര്യം, അതായത് ഞാൻ പ്രാർത്ഥിച്ച കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്, ആ ഒരു കാര്യം നീ ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് നമ്മുടെ കേളയ്ക്ക സിദ്ധർ തന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നിറവേറ്റി തരുകയും ചെയ്തു. ഇതേ സമയത്ത് എൻ്റെ വീട്ടിൽ ഭർത്താവ് രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്കും ഭസ്മത്തിൻ്റെ ഒരു മണം വന്നതായും അതുപോലെ തന്നെ ശരീരം മുഴുവൻ ഒരു കോരിത്തരിപ്പ് ഉണ്ടാകുകയും ചെയ്തതായും അവർ എന്നോട് പറഞ്ഞതിനു ശേഷമാണ് എനിക്കും
അതുപോലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞത്. മാത്രമല്ല 2 പേർക്കുമുള്ള അനുഗ്രഹം കേളയ്യ സിദ്ധർ തന്നതായും ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്ത ആ ഒരു നിമിഷം കൂടിയാണ് എനിക്ക് അപ്പോൾ കിട്ടിയത്. അതിനാലാണ് ഞാൻ വിശ്വാസത്തോടു കൂടി പറയുകയാണ്, നിങ്ങൾ ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാലും നിങ്ങൾക്ക് അതിനുള്ള ഫലം പെട്ടെന്ന് ലഭിക്കും. ചിലർ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്നോ, അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടണമെന്നോ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തണമെന്നോ എന്നെല്ലാം അനേകായിരം പ്രശ്നങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് ഏതെങ്കിലും ഒരു പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ട് ഈ കാര്യം നിറവേറിക്കിട്ടണമെന്ന് മനഃപൂർവ്വമായി പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സുരുകി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള മന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങുക. ഞാൻ വിശ്വാസത്തോടു കൂടിയാണ് ഈ മന്ത്രം ജപിച്ചത് എങ്കിലും കൂടി വെറുതെ ചൊല്ലി നോക്കാം എന്നുള്ള കാര്യത്തോടു കൂടിയാണ് തുടങ്ങിയത്. പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പരിപൂർണമായി വിശ്വാസം എന്നിൽ അനുഭവപ്പെടുകയും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു മാറ്റങ്ങൾ വന്നു ചേരുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവൽ എന്നിലേക്ക് കൊണ്ട് എത്തിച്ചു തരികയും ചെയ്തത് ഈ ഒരു മന്ത്രം ജപിച്ചതിനാലാണ്. അതിനാലാണ് ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, നിങ്ങൾക്ക് ഏതു കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിലും ഈ മന്ത്രം നിങ്ങൾ തുടർച്ചയായി ചൊല്ലി നോക്കുക. കേളയ്യ സിദ്ധരുടെ അനുഗ്രഹത്താൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഈ സിദ്ധരുടെ ക്ഷേത്രം എവിടെയാണ് എന്ന് ചോദിക്കും. ഈ സിദ്ധരുടെ ക്ഷേത്രം ഈറോട്ടിലാണ് ഉള്ളത്. തമിഴ്നാട്ടിലുള്ള ഈറോഡ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. ഈ വരുന്ന മെയ് 11-ാം തീയതി കുംഭാഭിഷേകം നടക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഈ ഒരു മന്ത്രം ഉപകാരപ്പെടുമെന്നുള്ള ആ ഒരു വിശ്വാസത്താലാണ് ഞാൻ ഈ മന്ത്രം ഇവിടെ വീണ്ടും നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിശ്വാസമുണ്ടെങ്കിൽ, സിദ്ധന്മാരെക്കുറിച്ച് വിശ്വാസമുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കുക. നിങ്ങളിലേക്ക് ഫലം പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സുകളിലൂടെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ പറയുന്നതായിരിക്കും. ചിലർ ചോദിക്കും, 30 ദിവസം തുടർച്ചയായി ചൊല്ലാൻ സാധിക്കില്ല, പീരിയഡ്സ്, പുലവാലായ്മ എന്നിവ വന്നാൽ എന്തു ചെയ്യുമെന്ന്. ആ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങൾ എണ്ണം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാം. ഒരു പക്ഷേ അഭിജിത്ത് മുഹൂർത്ത സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിൻ്റെ മുന്നോ നമുക്ക് ചൊല്ലാൻ സാധിച്ചില്ല, ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല എങ്കിൽ 21 ദിവസമെങ്കിലും ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കേളയ്യ സിദ്ധരുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.